ഹായ്, സഹദേവ് മഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കഴിഞ്ഞ തവണ വരച്ചെടുത്ത ചാർട്ടിൽ വരച്ചെടുത്ത ആ ചിത്രം അതെങ്ങനെയാണ് ജഡ്ജസിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നും ഇതിലെന്തൊക്കെ ഗണിതാശയങ്ങളുണ്ട് എന്നുമാണ് പറയുന്നത്. അത് LP തലത്തിലായാലും UP തലത്തിലായാലും ഹൈസ്കൂൾ തലത്തിലായാലും ഓരോന്നും ഏതൊക്കെ പാഠഭാഗവുമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ജിയോമെട്രിക്കൽ ചാർട്ട് സാധാരണഗതിയിൽ ടീച്ചേഴ്സിൻ്റെയും അതുപോലെ രക്ഷിതാക്കളുടെയും ഒക്കെ പരാതിയാണ്, കുട്ടി നന്നായി തന്നെ വരച്ചിട്ടുണ്ട്, അപ്പോൾ അത്രയൊന്നും മെച്ചമല്ലാതെ വരച്ച മറ്റൊരു കുട്ടിക്കാണ് സമ്മാനം കിട്ടിയത്. അപ്പോൾ എൻ്റെ കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ സമ്മാനം കിട്ടിയിട്ടില്ല. അതിനൊരു കാരണം ആ പ്രസൻറ്റേഷൻ്റെ കുറവാകാം, മറ്റു പല കാരണങ്ങളും ഉണ്ടാവാം. ഏറ്റവും നന്നായി ചിത്രം വരച്ചാൽ മാത്രം പോരാ, അത് ഏറ്റവും നന്നായി പ്രസൻറ്റ് ചെയ്യുകയും കൂടെ വേണം. അതായത് തനിക്ക് പഠിക്കാനുള്ള എന്തൊക്കെ ആശയങ്ങളാണ് ഇതിലുള്ളത് എന്ന് കൃത്യമായി ജഡ്ജസിനെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അപ്പോൾ മാത്രമേ ഒരു നല്ല ചാർട്ട് എന്നുള്ള നിലക്ക് അത് ഗ്രേഡിന് അർഹമാകുന്നുള്ളൂ. ഓക്കെ, ഇതാണ് അതിൻ്റെ രീതി. അതുപോലെ മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട സംശയം, ചാർട്ടിന് ബോർഡർ വരക്കണോ? അതായത് ഈ ചിത്രത്തിൽ ഇനി ഇതിനപ്പുറം ഒരു ബോർഡറും വരക്കേണ്ട ആവശ്യമില്ല. നോക്ക്, ഇതിനിപ്പുറം ബോർഡർ വരക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, ഇങ്ങനെയുള്ള ഒരു ചിത്രത്തിന് ബോർഡറിൻ്റെ ആവശ്യമില്ല. പല കുട്ടികളും വളരെ പ്രയാസപ്പെട്ട് ആദ്യം തന്നെ വലിയ സ്കെയിലെടുത്തിട്ട് 1 ഇഞ്ച് വീതിയിൽ ബോർഡർ വരക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ആവശ്യമില്ല. ഈ ചിത്രത്തിന് ബോർഡർ ആവശ്യമേ ഇല്ല. അടുത്തത് പേരാണ്. എങ്ങനെയാണ് പേര് കൊടുക്കുക? ചിത്രവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പേര് കൊടുക്കുക? അപ്പോൾ ആ പേരിൽ ചിത്രത്തിലുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ആ ചിത്രത്തിന് ആ പേര് ശരിക്കും യോജിക്കൂ. ഞാൻ സാധാരണഗതിയിൽ ചിത്രത്തിന് പേര് കൊടുക്കുന്നതിൽ മിടുക്കനൊന്നുമല്ല. അതുകൊണ്ട് തന്നെ കുട്ടികളോട്, അവരുടെ രക്ഷിതാക്കളോടും ടീച്ചേഴ്സിനോടുമാണ് പേര് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. മറ്റൊന്ന്, ഒരു ചിത്രത്തിന് ഞാനൊരു പേര് നിർദ്ദേശിച്ചാൽ സബ് ജില്ലയിൽ ചിലപ്പോൾ അത് 10ഓ 15ഓ കുട്ടികൾ വരക്കുന്നുണ്ടാകും. അവരെല്ലാം ഒറ്റ പേരായിരിക്കും കൊടുക്കുക എന്നുള്ളൊരു ദോഷമുണ്ട്. അതുകൊണ്ട് തന്നെ പേര് നിശ്ചയിക്കാനും അത് ചേർക്കാനുമുള്ള ആ സമ്പൂർണ്ണ അധികാരം, അതിൻ്റെ ഉത്തരവാദിത്വവും നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. പക്ഷേ ഇവിടെ ഞാനൊരു പേര് കൊടുക്കുന്നുണ്ട്. എന്താണോ, ഈ ചിത്രത്തിന് ഞാൻ രാമാനുജൻ സംഖ്യ എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് സംശയം ഉണ്ടാവും, രാമാനുജൻ സംഖ്യ ഈ ചിത്രവുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അപ്പോൾ അങ്ങനെ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ പേരുമായി എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അത് ജഡ്ജസ് ആയാലും വന്ന് കാണുന്ന ആൾക്കാരായാലും ഇനി നമ്മളെ സ്കൂളിലുള്ള കുട്ടികളായാലും എല്ലാം എങ്ങനെയാണ് ഈ ചിത്രം ഒരു രാമാനുജൻ സംഖ്യ എന്ന പേരിന് അർഹമാകുന്നത് എന്ന് ആദ്യമായിട്ട് നോക്കാം. എന്താ രാമാനുജൻ സംഖ്യ എന്ന് പറഞ്ഞാൽ? 1729 ആ സംഖ്യ. എന്താ അതിൻ്റെ പ്രത്യേകത? 2 ക്യൂബിക് സംഖ്യകളുടെ തുകയായി, 2 ഘനസംഖ്യകളുടെ തുകയായി 2 വ്യത്യസ്ത രീതിയിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1729. അപ്പോൾ 1729 ഈ ചിത്രവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അതിലൊന്ന് നമുക്കറിയാം, 10⁻³ + 9⁻³ ആണ്. അപ്പോൾ 1000 + 729, 1729. മറ്റൊന്ന് 12³ + 1³ ആണ്. എന്താ 12³ 1728, 12 × 12 × 12, 1728 ആണ്. പ്ലസ് 1³ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1728 + 1 1729. ഇത് കൃത്യമായി ഈ ചിത്രത്തിലുണ്ട്.
12ൻ്റെ ക്യൂബായി വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാം. ഞാനത് ഇവിടെ വെച്ച് തുടങ്ങാം. ഈ ചിത്രം ഇതിൻ്റെ ഈ ഭാഗത്ത് ബോർഡറിൻ്റെ ഉള്ളിലുള്ളതാണ് പറയുന്നത്, ബോർഡറിലേക്ക് പോകുന്നില്ല. ഈ ചിത്രം കൃത്യം 1729 കളങ്ങളാണുള്ളത്. അപ്പോൾ രാമാനുജൻ സംഖ്യ പറഞ്ഞതുപോലെ തന്നെ 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് ഞാൻ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. യെസ്, എവിടെയാണെന്ന് നോക്കാം. ഈ ചിത്രം നിർമ്മിക്കപ്പെട്ടത് ഇതിൻ്റെ മധ്യബിന്ദുവിൽ നിന്നും 12 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ച് അതിനെ കൃത്യം 6 തുല്യ ഭാഗമാക്കി മാറ്റി അവിടുന്ന് അതേ അകലത്തിൽ എന്ന് വെച്ചാൽ 12 സെൻറ്റിമീറ്റർ അകലത്തിൽ നിന്ന് തന്നെ 2 അഗ്രഭാഗങ്ങളിൽ നിന്നും പുറത്തേക്ക് ആർക്ക് വീശിയതാണ്. അങ്ങനെ ഉണ്ടായതാണ് ഈ ഒരു റോംബസ് ഉണ്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള 6 റോംബസുകൾ കൊണ്ടാണ് ഈ ചിത്രത്തിൻ്റെ ഉൾഭാഗം സ്റ്റാർ. അപ്പോൾ ഇത്തരത്തിലുള്ള 6 റോംബസ് സമഭുജ സാമാന്ത്രികങ്ങൾ സ്റ്റാറായിട്ടുള്ളിലും അതേമാതിരി 6 പുറത്തെവിടെയാണുള്ളത് നോക്കുക. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി ഇങ്ങനെയുള്ള, അപ്പോൾ ഇങ്ങനെയുള്ള 6 പുറത്തുമുണ്ട്. അപ്പോൾ 6 ഉം 6 ഉം 12. അപ്പോൾ 12 റോംബസുകളാണ് ഇതിലുള്ളത്. ഇനി അടുത്തത് എന്താണ്? ഒരു റോംബസിന് എത്ര ഭാഗമായിട്ടുണ്ടെന്ന് നോക്ക്. ഒരു റോംബസിനെ 1 2 3 4 5 6 7 8 9 10 11 12. അതേമാതിരി 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ 12 വരിയിലും 12 നിരയിലുമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ 12ൻ്റെ സ്ക്വയറാണ് ഇതിലുള്ളത്. ഈ ഒന്നിൽ ഈ ഒരു റോംബസിലുള്ള ചെറിയ കളങ്ങളുടെ 1 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള റോംബസുകളുടെ എണ്ണം 12 സ്ക്വയറാണ്. 12 സ്ക്വയർ, അതായത് 144 എണ്ണം ഇതിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവില്ലേ ആ 144? അപ്പോൾ 12ൻ്റെ സ്ക്വയർ ഇവിടെയുണ്ട്, 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 ഇവിടെയും ഇവിടെയും ഇവിടെയുണ്ട്. 6 എണ്ണത്തിലും ഉണ്ട്. തീർന്നില്ല. ഇതാ 7ാമത്തെ ഇതിലും ഉണ്ട് 12 × 12. 8ാമത്തേത് ഇവിടെയുണ്ട്. ഇതും ഒരു റോംബസാണ്. 144 കളങ്ങൾ ഇവിടെയുണ്ട്, ഇവിടെയും 144 കളങ്ങളുണ്ട്. അങ്ങനെ 6 ഭാഗത്ത് എന്ന് വെച്ചാൽ 6 ഉള്ളിലും 6 പുറത്തുമായി 12 റോംബസുകൾ. ആ റോംബസുകളിൽ ഓരോന്നിലും ഇതേമാതിരി 144 കളങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം എത്ര ചെറിയ കളങ്ങളുണ്ട്? അപ്പോഴാണ് 12 ക്യൂബ് വരുന്നത്. ഇവിടെ നമ്മൾ 12ൻ്റെ സ്ക്വയറാണല്ലോ പറഞ്ഞത്, 144. അപ്പോൾ 1 2 3 4 5 6, അതുപോലെ 7 8 9 10 11 12 റോംബസുകളുണ്ട്. അപ്പോൾ മൊത്തം കളങ്ങളുടെ എണ്ണം എത്രയായി? 12 × 12. അത്തരത്തിലുള്ള എത്ര? 12 എണ്ണം. അപ്പോൾ 12 × 12 × 12 1728 കളങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഇതാ ഒരു റോംബസ് നമ്മൾ പുറത്തും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ 1728 പ്ലസ് 1 ഇതെത്രയാ? 1729. അപ്പോൾ ആ പേരും നമ്മളെ ചിത്രവുമായിട്ടുള്ള ബന്ധം കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ ഇതുകൊണ്ട് എന്ത് ഗുണം കിട്ടി? രാമാനുജൻ സംഖ്യ എന്താണെന്ന് അവതരിപ്പിക്കാൻ പറ്റി. എങ്ങനെയാണ് വരുന്ന ഒരു തരത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് എങ്ങനെയാണ് രാമാനുജൻ സംഖ്യയായിത്തീരുന്നത് എന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. യെസ്, ഇനി ഇതിൻ്റെ ഗണിതത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ, ഒരു റോംബസിൽ മാത്രം 12 × 12 144 കളങ്ങൾ. അപ്പോൾ 12 × 12 എന്ന് പറഞ്ഞാൽ 12ൻ്റെ സ്ക്വയറാണ്. 12ൻ്റെ സ്ക്വയർ. അപ്പോൾ സ്ക്വയർ നമ്പറാണ് ഓരോന്നിലും ഉള്ളത്. ഈ 12 എണ്ണത്തിലുള്ളത് വർഗസംഖ്യകളാണ്, സ്ക്വയർ നമ്പറുകളാണ്. അപ്പോൾ ഇത് 7ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്.
അപ്പോൾ ഓരോന്ന് പരിശോധിച്ചാലും നമുക്കതിൽ സ്ക്വയർ നമ്പറാണ് കാണാൻ പറ്റുന്നത്. ഇനി മൊത്തം എടുത്താലോ, മൊത്തം നമ്മൾ 1728 എന്ന് പറഞ്ഞില്ലേ, അതൊരു ക്യൂബിക് നമ്പറല്ലേ. ഇതും 7ാം ക്ലാസ് പഠിക്കാനുള്ളതല്ലേ. 7 മുതൽ ഹൈസ്കൂൾ തലത്തിലൊക്കെ വരുന്നതാണ് ഈ ക്യൂബിക് നമ്പർ. അപ്പോൾ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് 3 തവണ ഗുണിച്ചിട്ടുണ്ടാകുന്ന ഫലം. ഇവിടെ എങ്ങനെയാണ് ഒരു സംഖ്യ, അപ്പോൾ 12 നീളത്തിലും 12 വീതിയിലും, അല്ലെങ്കിൽ വരിയിലും നിരയിലുമായിട്ട് 12 വരുമ്പോൾ 12ൻ്റെ സ്ക്വയർ. അത്തരത്തിലുള്ള 12 എണ്ണം വരുമ്പോൾ 12ൻ്റെ ക്യൂബ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഓക്കെ, കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1728 പ്ലസ് 1, ആ 1 ഇവിടെ ഫിറ്റ് ചെയ്ത്. ഇത് എല്ലാ ഭാഗത്തും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ 1 പ്രത്യേകം മാറ്റി വെച്ചത്. യെസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞ്, സ്ക്വയർ നമ്പർ പറഞ്ഞ്, ക്യൂബിക് നമ്പർ പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും 7ാം ക്ലാസ് പഠിക്കാനുള്ളതാണ്. യെസ്. ഇനി റേഷ്യോ, ഇതും 7ാം ക്ലാസ് പഠിക്കാനുള്ളതാണ്. അതിൻ്റെ അപ്പുറത്ത് ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഈ ചിത്രത്തിൽ റേഷ്യോ വരുന്നതെന്ന് നോക്കാം. നമ്മൾ ഇതിൽ കളർ കൊടുത്ത രീതി നോക്ക്. 1 2 3 വൈറ്റാണ്. ഇവിടെ വരുമ്പോഴോ 1 2 3 4 5 6. അപ്പോൾ 3 വെള്ളക്ക് 6 ബ്ലാക്കാണ്. 3 വൈറ്റിന് 6 ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ 3:6. 3ൻ്റെ ഇരട്ടിയാണ് 6 എന്നുള്ളത് കൊണ്ട് അപ്പോൾ അതിനെ നമ്മൾ ചെറുതാക്കി എടുക്കുമ്പം 1:2 ആകും. അതായത് വെള്ളയും ബ്ലാക്കും തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. ഇനി ബ്ലാക്കും ബ്രൗണും, നമ്മൾ ബ്ലാക്ക് 6 എണ്ണമാണ് കണ്ട്. ഇനി ബ്രൗൺ ഒന്ന് പരിശോധിക്കുക. ബ്രൗൺ 1 1 2 3 1 2 3 1 2 3. അപ്പോൾ 3 3 9 അപ്പോൾ 6 ബ്ലാക്കിന് 9 ബ്രൗൺ എന്ന് പറഞ്ഞാൽ 6 9. ഈ സംഖ്യകൾ എങ്ങനെയാണ്? 2:3 ആണ്. 2:3 ബ്ലാക്കും ബ്രൗണും തമ്മിലുള്ള റേഷ്യോ. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നു. ബ്രൗൺ 9 ആണെങ്കിൽ ഇവിടെ റെഡ് പരിശോധിച്ചാൽ 1 2 3 4 1 2 3 4 1 2 3 4 12. അപ്പോൾ 9 12 എന്ന് പറഞ്ഞാൽ ആ റേഷ്യോ 3:4 ആണ്. ഇനി ഓറഞ്ചിലേക്ക് പോകുമ്പോഴോ അത് 5 5 5 15 12 15 എന്ന് പറഞ്ഞാൽ 4:5. ഇനി 15ന് 18 യെല്ലോ ആണ്. അപ്പോൾ ഓറഞ്ചും യെല്ലോവും തമ്മിലുള്ള റേഷ്യോ 5:6 ആണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇതാ ഇവിടെ 6:7. ഇവിടെ എത്തുമ്പോൾ 7:8 8:9. അങ്ങനെ നമ്മൾ റേഷ്യോ, അതായത് അംശബന്ധം ഇങ്ങനെ 12 വരെ വലുതായി പോകുന്നതായിട്ട് കാണാം. യെസ്. മറ്റൊന്നുള്ളത് ഇതാ ഹൈസ്കൂൾ തലത്തിലുള്ള സമാന്തര ശ്രേണിയാണിത്. അരിത്തമെറ്റിക്കൽ സീക്വൻസാണ്. എങ്ങനെയാണ് ആ സീക്വൻസ് വരുന്നത്? ഇതാ 3 6 9 12 15 18 21 24 27 30 33 36 വരെ. അപ്പോൾ കൃത്യമായിട്ട് ആ ഡിഫറൻസ് 3 വരുന്ന രൂപത്തിൽ സമാന്തര ശ്രേണി ഇവിടെ രൂപം കൊള്ളുന്നതായിട്ട് കാണും. ഇനി LP തലത്തിലുള്ള കുട്ടിയാണെങ്കിൽ എന്താണ് പറയേണ്ടത്? ഇവിടെ 3ൻ്റെ ഗുണനപ്പട്ടികയാണ് വിരിഞ്ഞു വരുന്നത്. LP തലത്തിലുള്ള കുട്ടിക്ക് പറയാനുള്ളത് അതാണ്. ഇതാ 1 2 3. ഇവിടെയോ 1 2 3 4 5 6 1 2 3 4 5 6 7 8 9. അപ്പോൾ 3 6 9 12 15 18 21 24 27 30 33 36 അങ്ങനെ വലുതായി വരുന്നുണ്ട്. അപ്പോൾ 3ൻ്റെ ഗുണനപ്പട്ടിക കൃത്യമായിട്ട് നമുക്ക് 12 വരെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. യെസ്. ഇതാ ഉള്ളിലേക്ക് വന്നാൽ ഈ 3ന് പകരം 6 വരുന്നത്. ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റേഷ്യോ കൃത്യമായിട്ട് ഇവിടെയുണ്ട്. 6 വെള്ളക്ക് 12 ബ്രൗണാണ്.
അപ്പോൾ ഇവിടെ വെള്ളയും ബ്രൗണും തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. അടുത്തത് ബ്രൗണും റെഡും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. ആ രൂപത്തിൽ ഇവിടെയും റേഷ്യോ ഉണ്ട്. ഇനി LP തലത്തിലുള്ള കുട്ടിയാണെങ്കിൽ ഇവിടെ എന്താണ്, 6ൻ്റെ ഗുണനപ്പട്ടിക കൃത്യമായിട്ട് 12 വരെ വളർന്ന് വലുതാവുന്ന കാണാം. 6ൻ്റെ ഒരു കൂട്ടം, അതാണ് വൈറ്റ്. 6 രണ്ടുകൾ ഇത് നമുക്ക് 1 2 ഒരു ഭാഗത്ത് 1 2 ഒന്നുണ്ട്, ഇവിടെ 1 2 1 2 1 2 1 2. അപ്പോൾ 6 രണ്ടുകൾ ചേർന്ന് 12ആയി. ഇവിടെ 6 മൂന്നുകളാണ്. ഇതാ 1 2 3 ഒരു ഭാഗത്ത്, 1 2 3 മറ്റൊരു ഭാഗത്ത്, അങ്ങനെ 6 ഭാഗത്തും ഉണ്ട്. അപ്പോൾ 3 6കൾ ചേർന്ന് 18 ആവുന്നു. അടുത്തത് 4 6കൾ ചേർന്ന് 24 ആവുന്നു. കൃത്യമായിട്ട് ഓരോ ഗുണന വസ്തുതകളും വിരിഞ്ഞ് വലുതാവുന്ന നമുക്കവിടെ കാണാം. അപ്പോൾ LP തലത്തിലുള്ള കുട്ടിയാണെങ്കിൽ പറയേണ്ടത് ഗുണന വസ്തുതകളാണ്. എങ്ങനെയാണ് ഗുണന വസ്തുതകൾ ഉണ്ടായി വരുന്ന പട്ടിക രൂപീകരിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ ചിത്രം വെച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും. യെസ്. അപ്പോൾ UPയിലുള്ള കുട്ടിയാണെങ്കിൽ ഇത് പറയുന്നത് ആ ഗുണന വസ്തുതകളല്ല, എന്താണ്, റേഷ്യോ ആണ് പറയുന്നത്. ഇനി ഹൈസ്കൂളിലുള്ള കുട്ടിയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് പറയുന്നത് സമാന്തര ശ്രേണിയാണ്. നമുക്ക് ഒരേ കാര്യം തന്നെ 3 വ്യത്യസ്ത റേഞ്ചിൽ നമ്മൾ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ പറയാറുണ്ട്, ഹൈസ്കൂളിലെ കുട്ടികൾ വരച്ച ചിത്രം തന്നെയാണ് LPക്കാരും വരച്ച്, ഒരിക്കലും പറയാനുള്ള ഇത് തന്നെയാണ്. ഹൈസ്കൂളുകാർ ഇവിടെ സമാന്തര ശ്രേണിയാണ് പറയുന്നതെങ്കിൽ UP ലെവലിലുള്ള കുട്ടികൾ റേഷ്യോ ആണ് പറയുന്നത്. LPയിലുള്ള കുട്ടികൾ അത് ഗുണന വസ്തുതകളാണ് പറയുന്നത്. പട്ടിക രൂപീകരിക്കുന്നത് എങ്ങനെ, പട്ടിക ബൈഹാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ. പട്ടിക എങ്ങനെയാണ് കുട്ടി സ്വന്തം തയ്യാറാക്കുന്നത്, അത് ഈ കളങ്ങൾ എണ്ണി തന്നെയാണ്. യെസ്. അപ്പോൾ ഓരോ ചിത്രത്തിലും അതിൽ LP തലത്തിലും UP തലത്തിലും ഹൈസ്കൂൾ തലത്തിലും പറയാനുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അത് ഓരോരുത്തർക്കും പഠിക്കാനുള്ള പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് തന്നെ പറയേണ്ടതാണ്. ഇനി റേഷ്യോ അവിടെ കൊണ്ടും തീരുന്നില്ല. ഇതാ, നമ്മൾ ഒരു റോംബസ് എടുക്കുകയാണെങ്കിൽ 6 റോംബസുകൾ ചേർന്നാണ് ഇവിടെ സ്റ്റാർ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റിന് ചുറ്റുമുള്ള കോണളവുകളുടെ തുക 360 ഡിഗ്രി ആണെന്ന് കുട്ടികൾക്കറിയാം. അത് എത്ര ഭാഗമാക്കിയിട്ടുണ്ട്? 6 ഭാഗമാക്കിയിട്ടുണ്ട്. അപ്പോൾ 360നെ 6 ആക്കിയാൽ 360നെ 6 ഭാഗമാക്കിയാൽ 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഓരോ റോംബസിൻ്റെയും ഈ ഭാഗം 60 ഡിഗ്രി ആയിരിക്കും, ഉറപ്പല്ലേ? യെസ്. റോംബസിൻ്റെ പ്രത്യേകത എന്താ? റോംബസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എതിർക്കോണുകൾ എപ്പോഴും തുല്യമായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെയുള്ള കോണളവ് തന്നെയാണ് ഈ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ടാവേണ്ടത്. ഈ 2 എതിർക്കോണുകളും എപ്പോഴും തുല്യമായിരിക്കണം. അപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60 അല്ലേ? അപ്പോൾ 60 + 60 120 അപ്പോൾ ഒരു ചതുർഭുജം എന്ന് പറയുമ്പോൾ അത് ടോട്ടൽ എത്രയാണ് വരേണ്ടത്? അത് 360 ഡിഗ്രിയാണ്. അപ്പോൾ 120ഉം കഴിച്ചിട്ട് 240 പിന്നെ ബാക്കിയുള്ളത്. അത് 2 പകുതിയാക്കിയാൽ 240ൻ്റെ പകുതി 120 ഇവിടെയും 120 ഇവിടെയും. അപ്പോൾ കണ്ടോ, അതും റേഷ്യോ ആയിട്ട് എങ്ങനെയാണ് വരുന്നത് നോക്ക്. 60 120 എന്നാണ് ചെറിയ കോണും വലിയ കോണും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ 60 120 എന്ന് പറഞ്ഞാൽ അത് 1:2 ആണ്. അപ്പോൾ ഇവിടെയുള്ള നമ്മൾ എത്രയാണ് പറഞ്ഞത്? 1729 കളങ്ങളുണ്ട്. ഈ 1729 എടുത്തു നോക്കിയാലും കോണളവ് ചെറിയ കോണും വലിയ കോണും തമ്മിലുള്ള റേഷ്യോ 1:2 ആയിരിക്കും. ഇത് ചെറുതിൽ മാത്രമല്ല, നമ്മൾ ഇതാ വലുത് വരച്ചല്ലോ, അതിൻ്റെ സ്ഥിതി അത് തന്നെയാണ്. ഇവിടെ 60 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 60 ഡിഗ്രി ആയിരിക്കും. മറ്റ് 2 വലുത് 60ഉം അതിൻ്റെ ഇരട്ടിയാണ് 120. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ രണ്ടാമതൊരു കാര്യം കൂടെ എങ്ങനെയാണ് വരുന്നത്, റേഷ്യോ മറ്റൊരു തരത്തിൽ എങ്ങനെയാണ് വരുന്നത്. ഇനി LP തലത്തിൽ പഠിക്കാനുള്ള കുട്ടികൾക്കുള്ളതാണ് ആരോഹണ അവരോഹണ ക്രമം. അതെങ്ങനെയാണ് ഈ ചിത്രത്തിൽ വരുന്നത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു റോംബസിങ് എടുക്കുകയാണ്. ഇതാണ് നമ്മളിപ്പോൾ കയ്യിലെടുക്കുന്നത്. ഇവിടെ 1 വെള്ള, 2 ബ്രൗൺ, 3 റെഡ്, 4 ഓറഞ്ച്, 5 യെല്ലോ, 6 വെള്ള, 7 8 9 10 11 12 വരെ വലുതാവും. എങ്ങനെയാണ് വരുന്നത്?
1 2 3 4 5 6 7 8 9 10 11 12 വരെ വലുതായി, പിന്നെ വലുതാവുന്നില്ല, മാക്സിമം 12 ആണ്. പിന്നെ അവിടുന്ന് ഇതാ 11 10 9 8 7 6 5 4 3 2 1. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 വരെ വലുതായി. 11 10 9 8 7 6 5 4 3 2 1 അവസാനിക്കും. ഇതാണല്ലോ അസെൻഡിങ് ഓർഡർ, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ, ആരോഹണ അവരോഹണ ക്രമം. അപ്പോൾ LP തലത്തിലുള്ള കുട്ടികൾക്ക് കൃത്യമായി 10 വരെയല്ല 12 വരെ വളർന്ന് വികസിച്ച് അവിടെ താഴേക്ക് പോവുക. ഇത് LP തലത്തിലുള്ള കുട്ടി ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ UPയിലും ഹൈസ്കൂളിലുള്ള കുട്ടി അങ്ങനെയല്ല അവതരിപ്പിക്കേണ്ടത്. ഇതെങ്ങനെയാണ് വരിക? 1 + 2 + 3 + 4 + 5 + 6 അങ്ങനെ +7 8 9 10 11 12 വരെ. 1 2 3 4 5 6 7 8 9 10 11 12 വരെ വലുതായി. പിന്നെയോ +11 10 9 8 7 6 5 അങ്ങനെ 1 പോകുന്നു. അപ്പോൾ 1 മുതൽ 12 വരെ കൂട്ടി വീണ്ടും താഴേക്ക് 1 വരെ പോവുക. അപ്പോൾ 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 + 10 + 11 + 12 + 11 + 10 + 9 + 10 + 8 + 7 + 6 + 5 + 4 + 3 + 2 + 1 എത്രയാണ്? ഇത് വലിയ ക്ലാസ്സിലെ കുട്ടിയൊക്കെ സ്കോളർഷിപ്പിനൊക്കെ സാധാരണഗതിയിൽ ചോദിക്കുന്നതാണ്. ഇവിടെ 12 വരെയാണെങ്കിൽ പരീക്ഷയ്ക്ക് ചിലപ്പോൾ 25 വരെ 50 വരെ 100 വരെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പ വഴി നമുക്കിതിൽ കാണാം. എങ്ങനെയാണ്? ഇത് ടോട്ടൽ എത്ര കളങ്ങളുണ്ടെന്നാണ് ചോദ്യം. അതിനെന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഏറ്റവും പീക്ക് നമ്പർ എത്രയാണെന്ന് നോക്കുക. പീക്ക് ഇതാ ഇവിടെ 12 വരുന്നത്. ഏറ്റവും വലിയ സംഖ്യ 12. 12 ഇറങ്ങി പോവുകയാണ് 2 ഭാഗം. 12 വരെ വളർന്ന് വലുതായി, പിന്നെ 11 എന്ന് പറഞ്ഞ് താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്രയാണെന്നാണ് UP തലത്തിലുള്ള കുട്ടികളും ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികളും കണ്ടെത്തി പറയേണ്ടത്. അതിൻ്റെ എളുപ്പ വഴിയാണ് ഇതാ ഇവിടെ ഏറ്റവും ടോപ്പ് എത്രയാണ്? 12. ആ 12ൻ്റെ സ്ക്വയർ ആയിരിക്കും ഇതിൻ്റെ ടോട്ടൽ നമ്പർ. അല്ലാതെ 1 1 2 കൂട്ടി 3 കൂടി സാധാരണ ഈ കുട്ടികൾ അങ്ങനെ ചെയ്യുക. 1ൻ്റെ കൂടെ 2 കൂട്ടി 3 കൂട്ടി 4 കൂട്ടി 5 കൂട്ടി അങ്ങനെ. അപ്പോൾ ഇത് 1ൽ നിന്ന് തുടങ്ങി 1ൽ അവസാനിക്കുന്നതാണെങ്കിൽ കൃത്യമായി ഏറ്റവും ടോപ്പ് നമ്പർ അതിനെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 12 × 12 12ൻ്റെ സ്ക്വയർ 144 കളങ്ങൾ ഇതിലുണ്ടാകും. എന്ന് വെച്ചാൽ 1 മുതൽ 12 വരെയും അവിടുന്ന് താഴോട്ട് തിരിച്ച് 1 വരെയും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 144. നോക്ക്, ഞാനിത് തുടങ്ങിയത് ആരോഹണ അവരോഹണ ക്രമം 4ാം ക്ലാസ് വരെയുള്ള കുട്ടിക്ക് LP തലത്തിലുള്ള കുട്ടിക്ക് പഠിക്കാനുള്ളത്. പക്ഷെ അതെങ്ങനെയാണ് UP തലത്തിലും ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടി അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ ഒരേ കാര്യം 2 3 പേരും 3 വ്യത്യസ്ത തരത്തിൽ അവതരിപ്പിക്കുന്നു. അവരെ പാഠഭാഗങ്ങളുമായി ബന്ധിപ്പിച്ച് പറയാം. യെസ്. മറ്റൊന്ന് പെരിമീറ്ററാണ്. എന്താ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ? ചുറ്റളവാണ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 1728 + 1 ഉണ്ടല്ലോ, അതിൻ്റെ ഒക്കെ പെരിമീറ്റർ തുല്യമാണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ LP തലത്തിലുള്ളതാണ്. ചുറ്റളവ്, ചുറ്റുമുള്ള അളവിനെയാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഇവിടെ 1 സെൻറ്റിമീറ്റർ +1 +1 +1 എന്ന് പറയുമ്പോൾ 4 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ചുറ്റളവ്. അത് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും 4 ഇരിക്കുക. ഇവിടെ നോക്കിയാലും 4. ഈ 1729 എണ്ണത്തിൽ നോക്കിയാലും അത് അങ്ങനെ തന്നെയായിരിക്കും. 4 സെൻറ്റിമീറ്റർ ആയിരിക്കും ചുറ്റളവ്. അപ്പോൾ ആ ഒരു ചുറ്റളവ് മാത്രമല്ല, ഇതിന് പലതരത്തിലും ചുറ്റളവ് വരുന്നുണ്ട്. ഇതാ ഈ ഒരു വലിയ റോംബസ്, ഇതിൻ്റെ ചുറ്റളവ് വേറെയാണ്. ഒരു വശത്തിന് 12 ഉണ്ട്. അങ്ങനെയാണ് 12 സെൻറ്റിമീറ്റർ × 4 12 × 4 4 12 48 സെൻറ്റിമീറ്ററാണ് ഈ വലിയ റോംബസിൻ്റെ ചുറ്റളവ്. അങ്ങനെയുള്ള 12 എണ്ണം ഉണ്ട്.
ഇനി മറ്റൊന്ന് സ്റ്റാർ. ഇതാ നോക്ക്, ഈ സ്റ്റാറിൻ്റെ ചുറ്റളവും പുറത്തുള്ള ഹെക്സഗണിൻ്റെ ചുറ്റളവും തുല്യമായി വരുന്ന ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ 6 കോണുള്ളതാണ്. 6 കോണെന്ന് പറഞ്ഞാൽ അതിന് 12 വശങ്ങളുണ്ടാകും. ഓരോ വശത്തിനും 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 12 × 12 ആയിരിക്കുമല്ലോ ഇതിൻ്റെ ചുറ്റളവ്. അപ്പോഴെത്രയാണ്? 144 സെൻറ്റിമീറ്ററാണ് ചുറ്റളവ്. അപ്പോൾ ആ 12ൻ്റെ സ്ക്വയർ നമ്മൾ നേരത്തെ എടുത്ത മാതിരി ഇതാ ചുറ്റളവിലും അത് തന്നെയാണ് വരുന്നത്. 12 സെൻറ്റിമീറ്റർ നീളമുള്ള 12 വശങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് 12 × 12 144 സെൻറ്റിമീറ്ററാണ്. ഈ സ്റ്റാറിൻ്റെ ചുറ്റളവാണ്. ഇനി ഈ ഹെക്സഗണിൻ്റെ ഈ ചിത്രം അവസാനിക്കുന്ന ബോർഡറല്ലേ, ഇവിടെയുള്ള ചുറ്റളവ് എത്രയാണ്? ഇത് 12 + 12 24ആണ്. അപ്പോൾ 24 സെൻറ്റിമീറ്റർ നീളമുള്ള എത്ര വശങ്ങളാണ്? 6 വശങ്ങൾ. അതാണല്ലോ ഹെക്സഗൺ. അപ്പോൾ 24 × 6 എന്ന് പറഞ്ഞാലും 12 × 12 എന്ന് പറഞ്ഞാലും ഒരേ സംഖ്യയാണ്. 12 × 12 144 ആണെന്ന് നമ്മൾ കണ്ട്. അപ്പോൾ 24 × 6 എന്ന് പറഞ്ഞാലോ ഒരു 12 ഇരട്ടിയായി, മറ്റൊരു 12 പകുതിയായി. ഉത്തരം 1 തന്നെയാണ്. അപ്പോൾ 144. അപ്പോൾ ഈ ഹെക്സഗണിൻ്റെ ചുറ്റളവും 144 സെൻറ്റിമീറ്ററാണ്. ഈ സ്റ്റാറിൻ്റെ ചുറ്റളവും 144 സെൻറ്റിമീറ്ററാണ്. യെസ്. അപ്പോൾ ഇനി പുറത്തേക്ക് പോകുമ്പോൾ പുറത്തേക്ക് ബോർഡർ പോലും നമുക്കൊരു പഠന പ്രവർത്തനമായിട്ട് തന്നെയാണ് എടുത്തത്. ഇതെങ്ങനെയാണ് ബോർഡർ? ഇവിടെ നമ്മൾ മിഡ് പോയിൻറ്റിൽ 0 സെൻറ്റിമീറ്റർ വെക്കുകയാണെങ്കിൽ ഇവിടത്തേക്ക് 12 സെൻറ്റിമീറ്ററാണ്. ഈ അറ്റത്തേക്ക് വരുമ്പം 24 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ പിന്നീട് അതിൻ്റെ പുറത്തേക്ക് ഓരോ സെൻറ്റിമീറ്റർ വ്യത്യസ്തമായിട്ട് അടയാളപ്പെടുത്തിയതാണ് 6 പോയിൻറ്റ്. അങ്ങനെ എല്ലാ കോണിലും ചെയ്തതാണ്. 6 കോണിലും ചെയ്ത് അത് പരസ്പരം യോജിപ്പിച്ച് വരച്ചപ്പോഴാണ് നമുക്ക് 6 ഹെക്സഗൺ പുറത്ത് കിട്ടിയത് ഈ ബോർഡർ ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഇത് 24 × 6 നമ്മൾ എത്രയാണ് പറഞ്ഞത്? 144 സെൻറ്റിമീറ്ററാണ്. ഇവിടെ വരുമ്പം ഈ ഹെക്സഗണിൻ്റെ ഈ ഒരു വശം 25 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ 25 × 6 ആയിരിക്കും ഇവിടെ. ഇപ്പോൾ 25 × 6 എന്ന് പറയുമ്പോൾ 150ആണ്. 150. ഇവിടെ വരുമ്പം അപ്പോൾ ഇവിടെ 24, ഇവിടെ 25, ഇവിടെ 26 × 6 ആണ്. 26 × 6. യെസ്. വീണ്ടും അവിടെ നിന്ന് വർദ്ധിച്ച് ഇവിടെ 27 × 6 ആണ്. ഇവിടെ 28 × 6 ആണ്. ഇവിടെ 29 × 6 ആണ്. ഇവിടെ 30 × 6 ആണ്. ഇതാ ഈ പുറത്തുള്ള ബോർഡറിലുള്ള ആദ്യത്തെ ഹെക്സഗൺ. അത് നമ്മൾ പറഞ്ഞു 25 സെൻറ്റിമീറ്ററാണ് ഇത് വരിക. ഈ ലെങ്ത്ത് 25. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കാണിച്ചു തരാം. മധ്യബിന്ദുവിൽ നിന്ന് ഇവിടത്തേക്കുള്ള ലെങ്ത്തും 25ആണ്. മറ്റൊന്ന് ഇത് തമ്മിലുള്ള ലെങ്ത്തും 25ആണ്. ഈ വരയുടെ നീളവും 25ആണ്. അപ്പോൾ അങ്ങനെയുള്ള 25 × 6 150 സെൻറ്റിമീറ്ററാണ് ഈ ഹെക്സഗണിൻ്റെ ഒന്നാമത്തെ പുറത്തുള്ള ബോർഡറായിട്ട് വരച്ചുള്ള ഹെക്സഗണിൻ്റെ ചുറ്റളവ്. അടുത്തതിലേക്ക് പോകുമ്പോൾ അത് 26 × 6 ആണ്. ഇപ്പോൾ 26 × 6 156ആണ്. അടുത്തത് 27. ഇപ്പോൾ 25, 26, 27. 27 × 6 എന്ന് പറയുമ്പം വീണ്ടും 6 കൂടി 162ആയി. അടുത്തത് 28 × 6 168. അടുത്തത് 29 × 6 174. അടുത്തത് 30 × 6 180. ഏറ്റവും പുറത്തുള്ള ആ ഹെക്സഗണിൻ്റെ പെരിമീറ്റർ 180ആണ്. അപ്പോൾ ഇതും ഒരു സമാന്തര ശ്രേണിയാണ് കൃത്യമായിട്ട്. ഇനി ഇതിലോരോന്നിലും എത്ര വര വരച്ചിട്ടുണ്ട്? അതായത് 12 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ അതായത് ഉള്ളിലുള്ള ചിത്രത്തിൽ 12 സെൻറ്റിമീറ്റർ നീളമുള്ള എത്ര വരകൾ വരച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി 30 വരകളാണ് വരച്ചത്. യെസ്. അപ്പോൾ
30 പ്ലസ്, പിന്നെയോ ഓരോന്നിലും നിങ്ങൾക്ക് കാണാം ഈ രൂപത്തിൽ 11 വരകൾ തലകണയും വിലങ്ങനെയും 11. അപ്പോൾ 11 11 22. യെസ്, അങ്ങനെയുള്ള 22 ഇൻറ്റു 12 12 അപ്പോൾ 2 12 12 2 24 4 ബാക്കി 2 24 2 20 264 പ്ലസ് 30 264. അപ്പോൾ 294 വരകൾ. അപ്പോൾ 12 സെൻറ്റിമീറ്റർ നീളമുള്ള 294 വരകൾ ഈ ചിത്രത്തിൽ വരച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മളിട്ട പോയിൻ്റുകളുടെ കണക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് ഓരോ പോയിൻ്റ് ഇടും. ആദ്യം നമ്മൾ ആ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം 19 പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. 19. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ചെയ്തേ? 1-ൽ 11 പോയിൻ്റുകൾ ഇട്ടിട്ടുണ്ട് അല്ലേ? ഓരോന്നിലും നമ്മൾ 11 പോയിൻ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 30 എണ്ണത്തിലും 11 എണ്ണം വരുമ്പോൾ 3 11 33. അപ്പോൾ 330 3 11 33. അപ്പോൾ 19 പ്ലസ് 330 349 പോയിൻ്റുകൾ. അപ്പോൾ ഇതൊക്കെ ഈ ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ വരച്ച ചിത്രത്തിൽ എത്ര പോയിൻ്റുകളിട്ടു, എത്ര വരകൾ വരച്ചു. മറ്റൊന്ന് 7ാം ക്ലാസ് പഠിക്കാനുള്ള സമാന്തര രേഖകളാണ് മുഴുവൻ. അപ്പോൾ സമാന്തര രേഖകൾ 7ാം ക്ലാസ് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പാഠഭാഗമാണ്. വരച്ച എല്ലാ വരകളും ഒരു വശത്തിന് സമാന്തരമായിട്ടുള്ളതാണ്. അപ്പോൾ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രം തന്നെയാണ് വരച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഹൈസ്കൂൾ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് സർവസമത, കോൺഗ്രുവൻ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ 1728 കളങ്ങളും ഒരേ വലുപ്പമുള്ളതാണ്, ഒരേ ഷേപ്പുള്ളതാണ്, ഒരേ കോണളവുള്ളതാണ്, ഒരേ ഏരിയ ഉള്ളതാണ്. അപ്പോൾ എല്ലാം ഒന്നിനൊന്ന് ഒരേപോലെ തന്നെ കിടക്കുന്നതാണ്. കോൺഗ്രുവൻ്റ്, സർവസമങ്ങളായ രൂപങ്ങളാണ് മുഴുവൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചിത്രം വരയ്ക്കുന്നത് മാത്രമല്ല, ആ ചിത്രം എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് LP തലത്തിലുള്ള കുട്ടികൾ LPയിൽ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് അവതരിപ്പിക്കേണ്ടത്. LPയിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ്? ഒന്ന് ഗുണനവസ്തുതകളാണ്. ആ ഗുണനവസ്തുക്കൾ എങ്ങനെയാണ് പട്ടികപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ, ഗുണനപ്പട്ടിക കുട്ടി സ്വയം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഗുണനപ്പട്ടിക രൂപീകരിക്കുന്നത് എങ്ങനെയാണെന്നാണ്. മറ്റൊന്ന് അവർക്കുള്ളതാണ് ആരോഹണ അവരോഹണ ക്രമം. അത് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. യെസ്. മറ്റൊന്ന് ഗുണന വസ്തുക്കൾ ഗുണിക്കുന്നത്, അതായത് ആവർത്തിച്ച് കൂട്ടിയിട്ട് എങ്ങനെയാണ് ഗുണനം വരുന്നത്. അതുപോലെ വ്യത്യസ്ത സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതും കൂട്ടുന്നതും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. മറ്റൊന്ന് ചുറ്റളവ്, വ്യത്യസ്ത രൂപം, അതായത് എല്ലാം ഒരേ രൂപമാണെങ്കിലും ആ രൂപത്തിന് വലുപ്പ വ്യത്യാസമുണ്ട്. റോംബസ് ഏറ്റവും ചെറുത് 1 സെൻറ്റിമീറ്റർ വശങ്ങളുള്ളതാണ്. പക്ഷേ 2 സെൻറ്റിമീറ്റർ വശങ്ങളുള്ളതും നമുക്കിവിടെ കാണാം. 3 സെൻറ്റിമീറ്റർ വശങ്ങളുള്ളതും കാണാം. 4 സെൻറ്റിമീറ്റർ വശങ്ങളുള്ളതും കാണാം. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത വലുപ്പത്തിലുള്ള ചതുർഭുജങ്ങളിൽ അതിലെങ്ങനെയാണ് കൃത്യമായി നമുക്ക് പെരിമീറ്റർ, ചുറ്റളവ് കാണാൻ പറ്റുന്നത്? ഇതൊക്കെ LP തലത്തിൽ നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ പുറത്തുള്ള ഹെക്സഗണിൻ്റെ ചുറ്റളവ്. യെസ്. ഇനി UP തലത്തിലേക്ക് എത്തിയാൽ സമാന്തര രേഖകളാണ് മുഴുവൻ. സമാന്തര രേഖകൾക്കുള്ള എല്ലാ പ്രത്യേകതകളും നമുക്ക് പറയാം. മറ്റൊന്ന് റേഷ്യോ, വ്യത്യസ്ത തരത്തിൽ എങ്ങനെയാണ് അംശബന്ധം വരുന്നത്, അത് വളരെ കൃത്യമായി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. യെസ്. മറ്റൊന്ന് ഒരു ചതുർഭുജത്തിൻ്റെ ഉൾക്കോണുകൾ കൂട്ടിയാൽ കിട്ടുന്നത്, അതുപോലെ ഒരു സാമാന്തരികത്തിൻ്റെ എതിർവശങ്ങളുടെ പ്രത്യേകത. അപ്പോൾ
ഹൈസ്കൂൾ തലത്തിലേക്ക് വരുമ്പം അത് പ്രധാനമായിട്ടും അതാണ് ഒരു സാമാന്തരികത്തിൻ്റെ പ്രത്യേകതകൾ. ഇപ്പോൾ എന്താണ്, 4 വശങ്ങളും തുല്യ അളവിലായിരിക്കും. അത് നമുക്കിവിടെ കാണാനുണ്ട്, ഓരോന്നിനും കാണാം. 4 വശങ്ങളും തുല്യ അളവായിരിക്കും. പിന്നെയോ എതിർവശങ്ങൾ സമാന്തരമായിരിക്കും. ഈ വശത്തിന് സമാന്തരമാണ് ഇത്. ഏറ്റവും ചെറുതിലെടുത്താൽ നിങ്ങൾക്ക് കാണാം, ഈ വശത്തിന് സമാന്തരമാണ് ഇവിടെ. യെസ്. മറ്റൊന്ന് എതിർ കോണുകൾ തുല്യമായിരിക്കും. ഇവിടെയുള്ള അതേ കോണ് തന്നെയാണ് ഇവിടെയും വന്നത്. അപ്പോൾ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 60 തന്നെയാണ്. ഈ 60 നമ്മൾ കണ്ടെത്തിയ എങ്ങനെയാണ്, ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണളവുകളുടെ തുക 360 ഡിഗ്രിയാണ് എന്നതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ 6 60 ഡിഗ്രി എടുത്തത്. യെസ്. മറ്റൊന്ന് ഒരു ചതുർഭുജത്തിൻ്റെ കോണുകൾ ടോട്ടൽ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമ്മൾ തൊട്ട് എൽ പിയിൽ എന്താണ്, യു പിയിൽ എന്താണ്, ഹൈസ്കൂളിൽ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചാർട്ടിൻ്റെ അവതരണം ഈ രൂപത്തിലായിരിക്കണം. തൊട്ട് ചാർട്ട് ഒരിക്കലും കൈകൊണ്ട് തൊടരുത്. അതാണ് ഒന്നുകിൽ പെൻസിൽ അല്ലെങ്കിൽ പെന്നിൻ്റെ, പക്ഷേ കല വീഴാൻ പാടില്ല. അപ്പോൾ ഒരു ചെറിയ ഇത്തരത്തിലുള്ള എന്തെങ്കിലും എടുത്തിട്ട് ചെയ്താലും മതി. ഒരിക്കലും കൈ കൊണ്ട് ചാർട്ട് തൊടരുത്. അതുപോലെ ബോർഡർ വരക്കണോ വേണ്ടിയോ എന്നുള്ളതിൻ്റെ മറുപടിയാണ് ഇത്തരത്തിലുള്ള ചിത്രത്തിൻ്റെ ബോർഡർ, അത് ചിത്രത്തിൻ്റെ ഭാഗം തന്നെയായി മാറുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകം ബോർഡർ വേണ്ട. മറ്റൊന്ന് പേര് കൊടുക്കണോ വേണ്ടയോ, തീർച്ചയായിട്ടും കൊടുക്കണം. ആ പേര് കൊടുക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കണം. എങ്ങനെയാണ് ഒരു ചിത്രത്തിലെ ആശയം എങ്ങനെയാണ് നമ്മളത് പേരായി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് ഞാൻ തൽക്കാലം കൊടുക്കുന്ന പേര് രാമാനുജൻ സംഖ്യയാണ്. ഏത് പേര് കൊടുത്താലും അതെങ്ങനെ ആ പേര് വന്നതെന്ന് ചോദിച്ചാൽ കുട്ടിക്ക് പറയാനാവണേ. യെസ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.